ഹലോ കൂട്ടുകാരെ, EVSൻ്റെ പുതിയൊരു പാഠഭാഗം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? കല്ലായി കാറ്റായി, ആസ് സ്ട്രോങ് ആസ് വിൻഡ്. നിറയെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം നിറഞ്ഞ ഒരു കൗതുകം നിറഞ്ഞൊരു പാഠഭാഗമാണിത്. ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നോക്കൂ, പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ അമലും കൂട്ടുകാരും ചെയ്യുന്ന പരീക്ഷണങ്ങളുമായിട്ടാണ്. അവരെന്താണ് ചെയ്യുന്നത്? ബക്കറ്റിലെ വെള്ളത്തിലേക്ക് അവർ ഓരോ സാധനങ്ങൾ ഇട്ട് നോക്കുകയാണ്. നിറയെ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഏത് വസ്തു ഇടുമ്പോഴും അവർക്ക് എന്ത് കണ്ടെത്താൻ കഴിയുന്നു? വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവയിൽ ഏത് വസ്തു ബക്കറ്റിൽ ഇടുമ്പോഴാണ് കൂടുതൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ പരീക്ഷണമാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികളും ഇത് ചെയ്യേണ്ട രീതിയും എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ. മെറ്റീരിയൽ റിക്വയർഡ്സ്: എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ, എ ബ്രിക്ക്, എ സ്റ്റോൺ, എ പീസ് ഓഫ് വുഡ് ആൻഡ് അയൺ പീസ്. ഓക്കെ, മെറ്റീരിയൽ റിക്വയർഡ്സ് ആർ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ, ബ്രിക്ക്, സ്റ്റോൺ, പീസ് ഓഫ് വുഡ് ആൻഡ് അയൺ പീസ്. ഓക്കെ, അതായത് ഇവിടെ വേണ്ടത് ആവശ്യമായ സാമഗ്രികൾ എന്ന് പറയുന്നത് വെള്ളം നിറച്ച ബക്കറ്റ് വേണം, അതുപോലെ ഇഷ്ടിക വേണം, കല്ല് വേണം, മരക്കഷ്ണം വേണം, ഇരുമ്പ് കഷ്ണവും വേണം. ഏതൊക്കെയാണ് സാമഗ്രികൾ? വെള്ളം നിറച്ച ബക്കറ്റ്, ഇഷ്ടിക, കല്ല്, മരക്കഷ്ണം, ഇരുമ്പ് കഷ്ണം. ഇനി എങ്ങനെയാണ് നമ്മൾ പരീക്ഷണം ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുള്ള ഓരോ സാമഗ്രികളും നമ്മൾ വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വെള്ളം പുറത്ത് പോകും അല്ലേ? ഇവിടെ നൽകിയിട്ടുള്ള ഓരോ സാധനങ്ങളും വെള്ളത്തിലിടുമ്പോൾ വ്യത്യസ്ത തരത്തിലാണ് വെള്ളം പുറത്തു പോകുന്നത് അല്ലേ? കല്ലിടുമ്പോൾ പുറത്തു പോകുന്ന അതേ അളവിലെ വെള്ളം തന്നെയാണോ ഇരുമ്പ് കഷ്ണം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നത്? അല്ല അല്ലേ? അമലും കൂട്ടുകാരും ചെയ്തിട്ടുള്ള ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്ത് നിങ്ങൾ മനസ്സിലാക്കി? നമ്മളിവിടെ നൽകിയിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വ്യത്യസ്ത രീതിയിൽ വെള്ളം പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണ്? നമ്മുടെ കണ്ടെത്തലുകൾ എന്താണ്? ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ഓൾ ഒബ്ജക്ട്സ് ഒക്കുപ്പൈ സ്പേസ്. ഓക്കെ, പാഠഭാഗത്ത് നൽകിയിട്ടുള്ള അടുത്തൊരു പരീക്ഷണം ആകൃതി ഉള്ളവയും ഇല്ലാത്തവയും. ഒരു കപ്പിൽ വെള്ളമെടുക്കൂ. ഇപ്പോൾ വെള്ളത്തിൻ്റെ ആകൃതി എന്താണ്? ഈ വെള്ളം പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ഒഴിച്ചു നോക്കൂ. വെള്ളത്തിൻ്റെ ആകൃതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇതിന് കാരണം എന്തായിരിക്കും? ഓക്കെ, ഒബ്ജക്റ്റ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. Take water in a glass tumbler. What is the shape of water now? Now pour this water into vessels of different shape. Is there any change in the shape of water? What is the reason for this? ഇവിടെ ഇവർ 3 പേരും വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഒരു പാത്രങ്ങളിലേക്ക്, കുപ്പിയാണ് ഒന്നാമത്തെ ആളുടെ കയ്യിൽ, രണ്ടാമത്തെ ആളുടെ കയ്യിൽ കലമാണ്, ചെറിയൊരു പോട്ടാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ ആളുടെ കയ്യിൽ ചെറിയൊരു പ്ലേറ്റുമാണ് അല്ലേ? ഇവർ വ്യത്യസ്തമായ ആകൃതിയിലുള്ള പാത്രങ്ങളിലേക്ക് ഇവർ വെള്ളത്തെ മാറ്റുന്നത് നമുക്ക് കാണാം അല്ലേ? വെള്ളം കുപ്പിയിൽ ഒഴിക്കുമ്പോൾ വെള്ളം കുപ്പിയുടെ ആകൃതിയിലാവുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കലത്തിലേക്ക് ഒഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ആകൃതി കലത്തിൻ്റെ ആകൃതിയായി. ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചപ്പോൾ വെള്ളം പരന്ന ഒരു ഷേപ്പിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വെള്ളത്തിന് നിശ്ചിതമായ ഒരു ആകൃതി ഇല്ല അല്ലേ? അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിൽ വെള്ളം സ്ഥിതി ചെയ്യുന്നു അല്ലേ? അതായത് വെള്ളത്തിന് നിശ്ചിതമായ ആകൃതി ഇല്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിൽ വെള്ളം സ്ഥിതി ചെയ്യുന്നു. അതായത് വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ്. ക്ലിയർ ആയല്ലോ? എന്നാൽ ഇവിടെ വെള്ളത്തിന് പകരം കല്ലാണെങ്കിലോ? കുപ്പിയുടെ വായവട്ടത്തേക്കാൾ വലിയ കല്ല് കുപ്പിക്കുള്ളിൽ ഇടാൻ കഴിയുമോ? കാരണം എന്താണ്? കല്ലിന് ആകൃതിയും വലിപ്പവുമുണ്ട്. സ്റ്റോൺ ഹാസ് ഷേപ്പ് ആൻഡ് സൈസ്. ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? കല്ലിന് ആകൃതിയും വലിപ്പവുമുണ്ട്. സ്റ്റോൺ ഹാസ് ഷേപ്പ് ആൻഡ് സൈസ്. പാഠപുസ്തകത്തിലെ അടുത്ത പ്രവർത്തനം നോക്കൂ. ഭാരം അളക്കാം. നിങ്ങളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം തൂക്കി നോക്കൂ. നിങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന കുപ്പിയുടെ ഭാരം അതിൽ വെള്ളം നിറക്കുന്നതിന് മുൻപും നിറച്ചതിന് ശേഷവും നോക്കൂ. എന്ത് വ്യത്യാസമാണ് കണ്ടത്?
ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മെഷറിംഗ് വെയ്. Weigh your school bag. Measure the weight of your water bottle before and after filling it with water. What difference did you notice? What do you understand from this? ഇവിടെ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് വെള്ളം നിറക്കുന്നതിന് മുൻപും അതിൻ്റെ ശേഷവും നോക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കുമോ? അല്ല, അല്ലേ? വെള്ളമില്ലാത്ത കുപ്പിക്കും ഒരു ഭാരമുണ്ട്, അതുപോലെ വെള്ളത്തിനും ഒരു ഭാരമുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? വെള്ളം നിറച്ചതിന് ശേഷവും മുൻപും വ്യത്യസ്തമായ ഭാരമാവും നമുക്ക് ഫീൽ ചെയ്യുക, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കൂ. അടുത്ത പരീക്ഷണം പറയുന്നത് ഒരു ജലചക്രം നിർമ്മിച്ച് ഒരു വാട്ടർ വീൽ നിർമ്മിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൈപ്പിന് താഴെ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ അവിടെ ആ ചിത്രം കണ്ടല്ലോ, അതുപോലെ നിങ്ങളൊരു വാട്ടർ വീൽ നിർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ പൈപ്പിന് താഴെ വെച്ച് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? ജലം വീഴുന്നതനുസരിച്ച് ജലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലേ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ ഈ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് നമ്മൾ കുറച്ചാലും അതുപോലെ തന്നെ കൂട്ടിയാലും, വേഗത കുറച്ചാലും കൂട്ടിയാലും എന്താണ് സംഭവിക്കുക? ജലചക്രം കറങ്ങുന്ന വേഗതയ്ക്ക് വ്യത്യാസം വരും, അല്ലേ? ഇതിൽ നിന്ന് നമ്മുടെ കണ്ടെത്തലുകൾ എന്താണ്? ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. അടുത്ത പ്രവർത്തനം നോക്കൂ, ചിത്രം നോക്കൂ. ജലത്തെ പോലെ ഒഴുകുന്നത് ആരൊക്കെയാണെന്നും അവയ്ക്ക് നിറം നൽകാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങളൊരു ഫ്ലവറിനെ കണ്ടല്ലോ, അല്ലേ? ആ ഫ്ലവറിന് നിങ്ങൾ നിറം നൽകണം. എങ്ങനെയാണ് നിറം നൽകേണ്ടത്? ജലത്തെ പോലെ ഒഴുകുന്നത് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, അവിടെ കൊടുത്തുള്ളത് ഏതൊക്കെയാണ് നോക്കൂ. പേന, ഡീസൽ, അരി, പാൽ, പെട്രോൾ, മണ്ണെണ്ണ, കല്ല്, പുക, വെളിച്ചെണ്ണ, അല്ലേ? ഇവയിൽ ഏതൊക്കെയാണ് വെള്ളം പോലെ ഒഴുകുന്നത്? ആരൊക്കെയാണ്? ഡീസൽ, പാല്, പെട്രോൾ, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അല്ലേ? ഇവരെല്ലാമാണ് ജലത്തെ പോലെ ഒഴുകുന്നത്, അല്ലേ? ക്ലിയർ ആണല്ലോ. ഒബ്സർവ് ദ പിക്ചർ വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ. കളർ ദം. ഡീസൽ, മിൽക്ക്, പെട്രോൾ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. ഇവയെല്ലാമാണ് നമുക്കിങ്ങനെ വാട്ടറിനെ പോലെ ഫ്ലോ ചെയ്യുന്നത്, അല്ലേ? ഇനി നോക്കൂ, ദ്രാവകങ്ങൾ ഏതെല്ലാമാണെന്ന്. ലിക്വിഡ്സ്: വെള്ളം, പാൽ, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ. വാട്ടർ, മിൽക്ക്, കോക്കനട്ട് ഓയിൽ, കെറോസിൻ, പെട്രോൾ ആൻഡ് ഡീസൽ. ഓക്കെ, ഇനി ലിക്വിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് കൂടെ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തൊക്കെയാണ് ലിക്വിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ്? ഫ്ലോവിങ് ലിക്വിഡ്സ് ഹാസ് പവർ, അതായത് എന്താണ്? ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. സെക്കൻഡ് വൺ, ലിക്വിഡ്സ് ഒക്കുപ്പേ സ്പേസ്, ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. തേർഡ് വൺ, ലിക്വിഡ്സ് ഹാവ് വെയ്റ്റ്, ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട്. ഇത് ലിക്വിഡ്സ് ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, അതായത് ഒരു ദ്രാവകത്തിന് വെള്ളത്തിന് നിശ്ചിതമായൊരാകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. എല്ലാവരും പരീക്ഷണങ്ങളെല്ലാം ചെയ്ത് പരീക്ഷണക്കുറിപ്പും നിങ്ങളുടെ കണ്ടെത്തലുകളും എല്ലാം എഴുതി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.